ഹലോ, അപ്പം നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ് കേട്ടോ. പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നേക്കാളും ഇഷ്ടം കുഞ്ഞിനാണ്. പക്ഷേങ്കിൽ ഈ സംഭവം ഉണ്ടാക്കിയിട്ട് കൊച്ചു തൊട്ട് പോലും നോക്കിയില്ല കേട്ടോ. ഒരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. സംഗതി അടിപൊളിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൊച്ചിനെന്തോ ഇഷ്ടമായില്ല. സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും മേടിച്ചുകൊണ്ടിരുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സാണ് കേട്ടോ. അതാണ് മിക്കപ്പോഴും മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് മേടിച്ചില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഷുഗർ ഒരല്പം കുറച്ചുണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് ഇങ്ങനത്തെ സംഭവം മേടിച്ചത്. മറ്റേ ഡബിൾ ഹോഴ്സിൻ്റെ മിക്സിൽ ഓൾറെഡി ഷുഗർ മിക്സ് ചെയ്താണല്ലോ വരുന്നത്. അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. 2 കവർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാലൊന്ന് വെള്ളത്തിലിട്ട് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസായി ബിരിയാണി, ചിക്കൻ കറി, അതൊരു കുറച്ച് സമയം എടുക്കും. ഇനി പാലിനിടയിലും കുഴപ്പമില്ല. ഇതുപോലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഈ ചോറും കറിയൊക്കെ കുറേ വെക്കുന്നതിനേക്കാളും എനിക്ക് ചോറും കറിയും വെക്കാൻ ഇഷ്ടമല്ല. കാരണം ചോറ് ഇവിടെ മമ്മിയാണ് കേട്ടോ വെക്കുക. എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കസ്റ്റാർഡ്, ഇതിനൊന്നും പാടില്ലെന്നല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ പാടുണ്ടല്ലോ. ഒരു പാത്രം കഴുകുന്നതും ഒരു പാടുള്ള പരിപാടി തന്നെയാണല്ലോ. അപ്പോൾ അതേ ഇത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട്, 2 കപ്പോ നമ്മളുടെ എത്രയാണോ നമ്മൾ മിക്സല്ല ഈ പാലട എടുക്കുന്നത് അത്രയും തന്നെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കുക. എന്നിട്ട് ഈ പാലട പൊട്ടിച്ച് അതിലൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പാലട നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ കവറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൈകൊണ്ട് തൊടാതെ അവർ പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് സംഗതി പാലട കട്ട് ചെയ്ത് പാക്ക് ചെയ്തതാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. എന്ത് സാധനമാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നമ്മളുടെ ഈ വന്ന ഒരു കാലത്ത് എല്ലാവർക്കും ബിസിനസ് മൈൻഡിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരുപാടൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ആരും ഭയങ്കര ക്ലീനാക്കി പാക്ക് ചെയ്ത് തരണമെന്നൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഒരു പ്രോഫിറ്റ് മൈൻഡാണ് ഇരിക്കുന്നത്. എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് ലേബേഴ്സിനെയൊന്നും വെച്ച് നമുക്ക് വേണ്ടി ആരും ക്ലീൻ ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്ത് തരണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ നീറ്റാക്കി കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ എന്തിനാ നമ്മൾ ഡേറ്റ്സ് ആണെങ്കിൽ പോലും ഡേറ്റ്സ് ഒന്നും ആരും കഴുകില്ലായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ കഴുകിയെടുക്കാറുണ്ട്. ഇത് ഈ ഡേറ്റ്സ് കഴുകിയത് കൊണ്ടെല്ലാം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസം, നമ്മളുടെ ഒരു സമാധാനം, അത്രയെങ്കിലും ആയല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമുക്ക് കഴിക്കാം. കാരണം ഡേറ്റ്സൊക്കെ കഴുകുമ്പോൾ തന്നെ കാണാം അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും. എത്ര പാക്ഡ് ആണെങ്കിലും ശരി, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാഷ് ചെയ്താണ് എടുക്കുന്നത്. അതേപോലെ ആപ്പിൾ തൊലിയോടുകൂടെ കഴിക്കുന്നതാണ് ഗുണം എന്നെല്ലാം പറയുമെങ്കിലും ആപ്പിളിൻ്റെ ആണെങ്കിലും ഞാൻ തൊലി പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതേപോലെ തന്നെ കടയിൽ നിന്നാണ് ടൊമാറ്റോ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെയും തൊലി ഞാൻ കളയാറുണ്ട്. പിന്നെ എന്ത് ഗുണമാണ് നമ്മൾക്ക് അതുകൊണ്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് വിഷമെങ്കിലും അതിൽ നിന്ന് പോയി കിട്ടുമല്ലോ എന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ട്. ആരെങ്കിലും എടുത്തു തരുമായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് സംഗതി ചെയ്യുമ്പോൾ കുറച്ച് പാടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാനതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറയിലോട്ട് നോക്കുന്നത്.
നമ്മൾ ഈ പായസവും കസ്റ്റാർഡും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പാല് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കരിയും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ പായസത്തിനും എത്രയും വെള്ളം വേണം, എത്രയും അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചത്. നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പായസം വെള്ളം പോലെ കിടക്കും. ഒരു കുറുകിയ പരുവത്തിലാണല്ലോ പായസം ഇരിക്കുന്നത്. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കാൻ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എല്ലാവർക്കും മധുരം ഇവിടെ ബുദ്ധിമുട്ടാണ്. മമ്മി, പപ്പ, പ്രത്യേകിച്ച് എനിക്ക് പോലും മധുരം അധികം വേണ്ട. അപ്പം ആവശ്യത്തിന് മാത്രമേ മധുരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിന് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊച്ചിൻ്റെ ബൗളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെങ്കിൽ കൊച്ച് പായസം തൊട്ട് പോലും നോക്കിയിട്ടില്ല. എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമേ പാല് പഞ്ചസാരയും ഇട്ട് ആ ഒരു ഇതിൽ പായസം എടുക്കാമെന്നാണ്, കുടിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ പിന്നെയാണ് കേട്ടോ ആലോചിച്ചപ്പം പഞ്ചസാരയെക്കാളും എന്തുകൊണ്ട് ഭേദം ശർക്കരയാണല്ലോ. ശർക്കര എന്ത് നോക്കിയാലും എല്ലാത്തിലും കാണാം മായം. ഒന്നും നമ്മൾക്കിപ്പോൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത കാലമാണ്. എന്നിരുന്നാലും പഞ്ചസാരയെക്കാളും ഭേദം ശർക്കര ആയതുകൊണ്ട് ശർക്കരയാണ് കേട്ടോ ചേർത്തത്. ഞാനിവിടെ മേടിക്കുന്ന ശർക്കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്യാരി കമ്പനിയുടെ ശർക്കരയാണ് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത്. പിന്നെ ഉണ്ട ശർക്കരയും മേടിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ശർക്കര പൊടി പൗഡേർഡ് ശർക്കര മേടിക്കുമ്പോഴുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലേക്ക് ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ തന്നെ അങ്ങ് യൂസ് ചെയ്യാം. മറ്റേതാണെങ്കിൽ നമ്മൾ പാനിയാക്കി എടുത്ത് അരിച്ച് അങ്ങനെ യൂസ് ചെയ്യണമല്ലോ. അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞാൻ പൗഡേർഡ് ശർക്കരയാണ് കേട്ടോ ഈ പായസത്തിൽ ചേർത്ത് കൊടുത്തത്. ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഇതിന് മാത്രം സംസാരിക്കുന്നതെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. കാണുന്നവരെന്താണെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കണ്ട എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നീട് ഞാൻ വോയിസ് ഓവറിലേക്ക് തന്നെ മാറിയത്. ഇത് കുതിരാനിട്ട വെള്ളം എടുക്കണോ കളയണോ? എന്തോ കുതിരാനിട്ട വെള്ളം ആക്ച്വലി ഞാൻ കളയില്ലായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ വെള്ളം കുതിരാനിട്ടത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് പായസം അങ്ങ് വെള്ളം പോലെ ആയിപ്പോയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വെള്ളം കളഞ്ഞത്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മമ്മിയോട് ചോദിച്ചു. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ വെള്ളം കളയാൻ മമ്മി പറഞ്ഞതായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും കുതിരാനിടുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് ആ അടയൊന്ന് കുതിരാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങ് മുകളിൽ വരെ ഒന്നും നിറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അടയുടെ ഗുണഗണങ്ങളൊക്കെ പോയാലോ. അപ്പോൾ ഇത് പരസ്പരം ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ആ വെള്ളം അങ്ങ് കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ അട കുതിരാനിട്ടപ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് നമ്മളിട്ട് പിന്നെ തിളപ്പിച്ച് ഇളക്കി അതങ്ങ് വെന്ത് കൊഴുത്തു പോവും. അതുകൊണ്ട് കുതിരാനിടുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാനൊന്ന് ലോ ഹീറ്റിലിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി ഏലക്ക പൊടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മളുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏലക്കയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഏലക്ക ഓരോ അതിനകത്തിലെ കുരുക്കൾക്കും ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ നല്ല മണവും നല്ല ഫ്ലേവർ കിട്ടാറുണ്ട് ഇടുമ്പോൾ. ഒരു 3-4 എണ്ണം തന്നെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇടുന്തോറും ഒട്ടും ആ ഒരു മണവും ഗുണവും ഒന്നും കിട്ടുന്നില്ല എന്ന് ആദ്യമായിട്ടാണ് കേട്ടോ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 എണ്ണം കൂടുതൽ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും വേണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഏലക്കയുടെ മണവും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സുഖം തോന്നില്ല കുടിക്കാൻ. പക്ഷെങ്കിൽ അത്ര കൂടിപ്പോയി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. ഒരു 3-4 ഏലക്ക കുറയ്ക്കായിരുന്നു. പക്ഷെങ്കിൽ നല്ല ഫ്ലേവേർഡായിട്ടുള്ള നല്ല പായസമായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ ഈ സാധാരണ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏലക്കായ്ക്ക് നമുക്കിപ്പോൾ കിട്ടുന്നതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ പൊതുവെ ഒരു അഭിപ്രായം പറയുകയാണ്, നമ്മൾക്ക് ഏലക്ക ഷോർട്ടേജ് ആകുമ്പോൾ നമ്മൾ
പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഏലക്കായ്ക്കകത്തിലൊന്നും കുരു കാണില്ല. എനിക്ക് തോന്നുന്നു അവരതിനകത്തിലെ എസൻസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമുക്ക് ഏതാണ്ടോ പൊങ്ങ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് തരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളത് പൊളിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തിലെ കായാണെങ്കിൽ പഞ്ഞി ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നും. അത് നമ്മൾ ചായക്കകത്തിലാണേലും പായസത്തിലാണേലും ബിരിയാണിക്കകത്തിലാണേലും ഇട്ടാൽ ഒരു മണവും ഇല്ല, ഗുണവും ഇല്ല. അപ്പോൾ നമ്മളുടെ പായസമൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടു. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിൻസും നമ്മുടെ കാഷ്യൂനട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യിൽ കേട്ടോ. അപ്പം ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസിൻസിൽ ഫുൾ ഞെടുപ്പിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാനതൊക്കെ ആരുടെയും വായിൽ കൊള്ളാതെ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ റേസിൻസും നട്ട്സും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങളാരും ചിന്തിക്കേണ്ട. നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ. പക്ഷെങ്കിൽ ഞാൻ ഒന്ന് അറിയാത്ത ആരെങ്കിലും കഴുകാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നല്ലത് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ. വലിയ എന്താണ് നമ്മുടെ ചാറുകറി ആണെങ്കിലും ചോറാണെങ്കിലും ഞാനൊരു കുഞ്ഞ് ചെറിയ സ്പൂണൊക്കെ ഇട്ട് വിളമ്പും. അതേപോലെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കഴുകണമെങ്കിലും ഞാനൊരു ചെറിയ പാത്രം കൊണ്ടുവന്നിട്ട് അതിലിട്ട് കഴുകും. അപ്പം മമ്മി എന്നോട് പറയുമായിരുന്നു അത്യാവശ്യം ഒരു വലിയ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് ഞെരടിയൊക്കെ കഴുകാൻ പാകത്തിന് ഒരു പാത്രം എടുത്തിട്ട് വരാൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, നമ്മളുടെ ആ തവയിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അതങ്ങ് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് മമ്മി വന്നു കേട്ടോ വീഡിയോ എടുത്തു തരാൻ. മമ്മിയുടെ കൈയാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത്, ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ മമ്മിയെ എന്തോ സെറ്റിങ്സ് പറഞ്ഞ് പഠിപ്പിക്കാൻ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് കരിയാതെ നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കരിയാൻ പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു, ലെൻസ് തട്ടാൻ പോയത് കുഴപ്പമില്ല. ഇത് പ്യാരിയുടെ ജാഗറി പൗഡറാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല. നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിക്കുമ്പോൾ 55 രൂപയ്ക്ക് വെറും 45 രൂപ എടുക്കാറുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വേഗം മെൽറ്റായി വരും. നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഒന്ന് കാണിച്ചു കൊടുത്തേമേ. ഈ ജാഗരി പൗഡർ കിട്ടിയോ? ഇനി ഇങ്ങോട്ട് പോയോ. കിട്ടുന്നുണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല രസമുണ്ട്. വേണേൽ കുറച്ചുകൂടെ ചേർക്കാം, വേണ്ട. അപ്പോൾ ആദ്യമേ നമ്മളുടെ ആ പഞ്ചസാരയുടെ രുചി കൊണ്ട് പഞ്ചസാരയുടെ മധുരം കൊണ്ട് മതി എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെങ്കിൽ പഞ്ചസാര നമ്മൾ വളരെ കുറച്ച് ചേർത്തത് കൊണ്ട് മധുരം ഒട്ടും ഇല്ലായിരുന്നു. മധുരം ഇല്ലാതെ പായസം കുടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികൾക്ക് ശേഷം നമ്മളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ. പെരുന്നാളിന് പോകാൻ വേണ്ടി റെഡി ആയതാണ് കേട്ടോ. റെഡി ആകുമ്പോൾ നമ്മൾ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുപ്പ് നിർബന്ധമാണല്ലേ. എനിക്കങ്ങനെ ആയിരുന്നു ഒരു കാലം വരെ. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് വിളിച്ചാൽ പോലും ഇയാൾ എൻ്റെ കൂടെ നിൽക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കും. ആ ഫോട്ടോ കുളമായി പോവും. എൻ്റെയും കൂടെ കോൺഫിഡൻസ് പോയി കിട്ടും കേട്ടോ. പക്ഷെങ്കിൽ ആളുടെ അപ്പയുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട, ആൾ ഡീസൻ്റായിട്ട് എങ്ങനെ വേണേലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കും. അപ്പം മാത്രമല്ല കേട്ടോ, കൊച്ചിൻ്റെ അമ്മച്ചി ഉണ്ടെങ്കിലും കൊച്ച് റെഡിയാണ് ഫോട്ടോ എടുക്കാൻ. എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ആളുടെ കാല് പിടിച്ച് ഞാനൊരു വഴിയാകും. ലാസ്റ്റിലെ 2 പേരുടെ ഫോട്ടോയും ഈ വിധമാകും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ.